നമ്മളെ അത്തപ്പൂ ഇട്ട് തുടങ്ങിയിട്ടെ. ഞാൻ ഇതുവരെ നിങ്ങളെ അത്തപ്പൂ കാണിച്ചിട്ടില്ല. ഞാനില്ല വൈകിട്ടത്തെ വീഡിയോ ഒക്കെ ആകുമ്പോൾ ഈ തൂക്കുന്നതൊക്കെ കാണിക്കുമ്പോൾ കാണുമായിരിക്കാം നിങ്ങൾ കേട്ടോ. നമ്മളിവിടെ അത്തപ്പൂ ഇടും, എന്നും ഇടും. ചെമ്പരത്തിപ്പൂവും പിന്നെ ഒരു വെള്ള കോളാമ്പിയൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടൊക്കെ നമ്മളിവിടെ അത്തം ഇടുന്നത് കേട്ടോ. മോളായിടുന്നത്. നേരത്തെയൊക്കെ ഞാൻ ഇരിക്കുമായിരുന്നു, പക്ഷെ ഇപ്പം എനിക്ക് ഇരിക്കാൻ വയ്യ, കാല് വയ്യാത്തത് കൊണ്ട് ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോഴും രാവിലെ മോളാട്ടോ ഇടുന്നത്. പിന്നെ ഇതിപ്പോൾ ഉച്ചയായി നമ്മുടെ പൂവല്ല. ചെമ്പരത്തിപ്പൂവിനൊരു ഗുണമുണ്ട്, പക്ഷെ ഇവന് ഇച്ചിരി വെയിറ്റ് ഉള്ളത് കൊണ്ട് പറന്നു പോകത്തില്ല കേട്ടോ. മറ്റു ചെറിയ പൂവൊക്കെ ആണെങ്കിൽ അങ്ങ് പറന്നു പോകും, ദേശം മൊത്തമാവും. പക്ഷെ ഈ ചെമ്പരത്തിക്ക് ഇച്ചിരി വെയിറ്റ്. നമ്മുടെ വീട്ടിലെ ഈ തട്ടിൻ്റെയും അല്ലാതുള്ള ചെമ്പരത്തി, നല്ല കളറുള്ള ചെമ്പരത്തിപ്പൂ കേട്ടോ, അതിങ്ങനെ ഇവിടെ തന്നെ പറ്റി പിടിച്ചിരിക്കും, പറന്നു പോകത്തില്ല. ബാക്കിയുള്ള ചെറിയ പൂക്കൾ ഭാരമില്ലാത്ത പൂവാണെങ്കിൽ അങ്ങ് പറന്ന് ഇവിടെ അല്ലേ നമ്മളിവിടെ ഇടുന്നത് കേട്ടോ. ഇപ്പം പിന്നെ പശുവും എന്താ ചാണകം ഒന്നും കിട്ടാത്തത് കൊണ്ട് നമ്മൾ ചാണകം ഒന്നും തളിക്കത്തില്ല, അല്ലാതെ ഇവിടെ തന്നെ ഇടും. ചാണകമൊക്കെ തപ്പി നമ്മൾ തമിഴ്നാട്ടിലെങ്ങാണം പോയി എന്താ ചാണകം കൊണ്ടുവരണം. ഇവിടെ എങ്ങും പശുക്കളൊന്നും ഇല്ലെങ്കിൽ പശുവുള്ള വീട് തപ്പി നമ്മൾ എവിടെ പാന. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ അങ്ങനെ ഇടും. നേരത്തെ നമ്മൾ എന്താ പോർച്ചിലായിരുന്നു അത്തപ്പൂ ഇടുന്നത്. ഇപ്പം ഇവിടെ നമ്മൾ ഇടുന്നത് അടിപൊളിയാണ്. രാവിലെ നല്ല രസം. ചെമ്പരത്തിപ്പൂവ് അല്ല, ചുമന്ന കളർ ചെമ്പരത്തിപ്പൂ അടിപൊളിയാണ്. ഇപ്പം ഇത് മഴ ഉച്ചയായില്ലേ, പൂവിന് കളർ മാറ്റം വന്നു വാടി.
ഇന്നതേ സുപ്പ് ഭയങ്കര പരിപാടിയൊക്കെ ചെയ്ത് കുഴഞ്ഞിരിക്കുകയാണ്. വമ്പ പരിപാടിയായിരുന്നു ഇവിടെ നടന്നത് കേട്ടോ. പരിപാടി എന്ന് വെച്ചാൽ ഒരു ഒന്നൊന്നര പണിയായിരുന്നു. എൻ്റെ പൊന്നെ സാറന്മാരെ ചുമ്മാ കേട്ടോ കള്ളത്തരോ. സുപ്പുവിന് കാല് വയ്യാത്തത് കൊണ്ട് നമ്മുടെ പിയെ വന്ന് എല്ലാം ചെയ്ത് തന്നെനിക്ക് കേട്ടോ. ഇതേപോലുള്ള വക്കറ്റൊക്കെ കൈ തന്ന്, എനിക്ക് വയ്യ, കാല് വയ്യ, കൈ വയ്യ, വക്കറ്റൊക്കെ അതൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിരുന്നു നമ്മൾ എടുക്കാത്തത്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് പൊടിയൊക്കെ ഒന്ന് കഴിയൊക്കെ കളഞ്ഞു. ഇതേ ഇവിടെ നിന്ന് പിന്നെ അതേ നമുക്ക് ഇത് നല്ല സൗകര്യമാണ് കേട്ടോ. നമ്മൾ പാത്രം കഴിയുന്നിടത്ത് നമ്മുടെ പഴയ ചട്ടികൾ, മൺചട്ടി, എടുക്കാതിരിക്കുന്ന സാധനങ്ങൾ ഒക്കെ നമുക്ക് ഇവിടെ സൂക്ഷിക്കാം. അത് അകത്തല്ല, പെരയ്ക്കകത്തല്ല, നമ്മളിത് പാത്രം കഴുകാൻ ഉണ്ടാക്കിയതാണ്. അപ്പോഴതിൻ്റെ കീഴത്താണ് നമ്മളിങ്ങനെ ചെയ്തേക്കുന്നത്. നല്ല അടിപൊളി സൗകര്യമാണ് കേട്ടോ. വീടൊക്കെ വയ്ക്കുന്നവർ തീർച്ചയായിട്ടും ഇത് ഇങ്ങനെ ഒരു ഏരിയ നിങ്ങൾ ഒപ്പിച്ചിരണം കേട്ടോ. ഞാൻ പറഞ്ഞു തരികയാണ്. നമുക്കിത് നല്ല സൗകര്യം കേട്ടോ. പഴയ പാത്രങ്ങൾ, എടുക്കാത്ത പാത്രങ്ങൾ, പിന്നെ ചട്ടി ഐറ്റം പെട്ടെന്ന് ഈ നമ്മുടെ കയ്യിൽ നിന്ന് തറയിൽ പോകത്തില്ലേ, കയ്യിൽ നിന്നൊക്കെ ചട്ടികളൊക്കെ തറയിൽ പോകത്തില്ല. അപ്പോൾ ഈ ചട്ടിയൊക്കെ അകത്താകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേറൊരു പാത്രം എടുക്കുമ്പോൾ അത് തറയെ വീഴും, പൊട്ടും. അപ്പോൾ ഇത് സൗകര്യമായിട്ട് നമുക്ക് ചട്ടിയൊക്കെ പറക്കി വയ്ക്കാം കേട്ടോ. ഓരോ അറ്റത്ത് നമുക്ക് ഓരോ സംഭവങ്ങൾ ഇങ്ങനെ എടുത്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കിയതിന് കാരണമുണ്ട്. അപ്പം പറയാം കാരണം എന്തുവാണെന്ന് പറയാം. സുപ്പൂനെ ഒരു ദിവസം പാമ്പ് കൊത്താൻ വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് വീട് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഇല്ലായിരുന്നു സംഭവം. ഇവിടെ ഇല്ലായിരുന്നു. ഇത് കഴിഞ്ഞാണ് നമ്മളിത് വെച്ചത്. ഞാൻ ഇതേപോലെ ചട്ടിയൊക്കെ കഴുകി ഇങ്ങനെ ഓപ്പണായിട്ട് ഇങ്ങനെ നമ്മൾ വെച്ചേക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം
മീൻ കഴുകാൻ ഇവിടെ നിന്നാണല്ലോ മീൻ കഴുകുന്നത്. അപ്പോഴും മീൻ കഴുകാൻ ചട്ടി എടുക്കാൻ ചെന്നപ്പോൾ കൊണ്ട് ഞാൻ അങ്ങോട്ട് ചട്ടി ഇച്ചിരി ഗ്യാപ്പ് ഉണ്ടായിരുന്നു, താഴെ ഇങ്ങനെ അമർത്തിയല്ലായിരുന്നു ചട്ടി വെച്ചിരുന്നത്, ഇച്ചിരി ഗ്യാപ്പ് ഉണ്ടായിരുന്നു, പൊങ്ങിയിരുന്നത്. അപ്പോഴും നമ്മൾ ഇങ്ങനെയല്ലേ എടുക്കുന്നത്, നമ്മൾ ചട്ടിയൊക്കെ ഇങ്ങനെ അടിവശത്തുനിന്ന്, എനിക്കിപ്പം പേടിയട്ടോ, ഇങ്ങനെ ഇത്രയും പൊങ്ങിയിരുന്നതേ, ചട്ടി ഇത്രയും പൊങ്ങിയിരുന്നത്. അപ്പോഴും നമ്മൾ ഇങ്ങനെയാണ് എടുക്കുന്നത്, ഇങ്ങനെയാണ് പൊക്കി എടുക്കുന്നത്. അപ്പോഴും ഇങ്ങനെ കൈ ഇട്ടതുമല്ല പൊക്കിയതുമല്ല, ഒരുത്തൻ ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ. ചട്ടിയും നോക്കിയില്ല, ഞാൻ എങ്ങോട്ടാ ഓടിയെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല കേട്ടോ. ഇങ്ങനെ പൊക്കിയതുമല്ല, പാമ്പ് ഇങ്ങനെ എന്നെ കൊത്തിയത് തന്നെ. ഈ ഓണമൊന്നും ഞാൻ ഉണ്ണത്തില്ലായിരുന്നു സത്യം പറഞ്ഞ കേട്ടോ. അന്ന് തന്നെ പാമ്പ് കൊത്തിയായിരുന്നു എനിക്ക്. അത് ചട്ടി ഇട്ടിട്ട് ഞാൻ ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു. പിന്നെ അതിനെ കൊന്നെന്ന് തോന്നുന്നു കേട്ടോ, തല്ലി കൊന്നു ഞങ്ങൾ. പിന്നെ ചെറുതായിരുന്നു. ഈ തണുപ്പുള്ള സ്ഥലത്തൊക്കെ ഈ പാമ്പൊക്കെ കയറിയിരിക്കുമല്ലോ, അപ്പോഴങ്ങനെ പേടിച്ചാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ചെയ്തത്. പക്ഷേ നല്ല അടിപൊളി സൗകര്യമാണ് കേട്ടോ. ഇവിടെയുണ്ട്, അപ്പുറത്ത് ഒരെണ്ണമുണ്ട്. ഇതെല്ലാം അടിപൊളിയാണ് കേട്ടോ. ചട്ടിയൊക്കെ വെക്കാം. പിന്നെ ഇവിടെ നമ്മൾ അങ്ങനെ വാർത്തിട്ടിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പം പഴയ പാത്രങ്ങളൊക്കെ വെക്കുമ്പോൾ സൂക്ഷിക്കണം. ഇതേപോലെ ഡോർ ഇട്ട് തന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഇഴജന്തുക്കൾ കയറിയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് സംഭവം അടിപൊളിയാണ്. നിങ്ങൾ വീടൊക്കെ വെക്കുന്നവർ തീർച്ചയായിട്ടും ഇതേപോലെ ഒരു ഏരിയ ഒപ്പിച്ചിരണം കേട്ടോ. സൂപ്പറാണ്. പാത്രം കഴുകുന്നതിൻ്റെ അടിയിൽ തന്നെ മതി. ചിലയിടത്തൊക്കെ ഈ പാത്രം വെറുതെ താഴ്വശം വെറുതെ ഇട്ടേക്കുമല്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് സൗകര്യമാണ് കേട്ടോ. എനിക്കിത് സൗകര്യമാണ്, സൂപ്പറാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഏരിയ. ആരും ഒന്നും കാണത്തില്ല ഇതിനകത്ത്, ചട്ടിയോ കൊട്ടയോ ഒന്നും തൂമ്പയോ കുന്താലിയോ ഇരിക്കുന്നതെന്ന് ആരും കാണത്തില്ല. ഇങ്ങനെ അടവ് സൂപ്പറല്ലേ. ഈ ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാം ഇങ്ങനെ അടുക്കി പറക്കി ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തിരുന്ന പാത്രങ്ങളും ചട്ടികളും എല്ലാം പുള്ളി എനിക്ക് കഴുകി തന്നെ കേട്ടോ. എനിക്ക് കൈയും വയ്യ, ഷോൾഡർ വേദന, കാല് തറയിൽ കുത്തി നടക്കാൻ വയ്യ കേട്ടോ. അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല. ഓണം ഇപ്രാവശ്യത്തെ കലാശിക്കുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഇതെല്ലാം കഴുകി തന്നു. അങ്ങനെ ഓണം പരിപാടി ഇങ്ങനെ അതിഗംഭീരമായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഞാൻ എടുക്കാത്ത ബക്കറ്റുകൾ, പാത്രങ്ങളൊക്കെ കേട്ടോ. പിന്നെ കഴിയുന്നേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു റെസ്റ്റ് എടുക്കാം, കാലം കൊണ്ട് ഒരുപാട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും, അതുകൊണ്ട് ഒരുപാട് തള്ളി ഉന്തി നടക്കാതെ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി ഇരിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് വയ്യെങ്കിലേ കൂടുതലായിട്ട് നമ്മൾ റെസ്റ്റ് ഇല്ലാതെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ വീണ് പോകും അല്ലേ. അപ്പോൾ നമ്മുടെ ശരീരത്തിന് നമുക്ക് റെസ്റ്റൊക്കെ കൊടുക്കണമല്ലോ. അപ്പോൾ ഞാൻ റെസ്റ്റിലാണ് കൂട്ടുകാരിയെ, റെസ്റ്റിലാണ്. റെസ്റ്റ് എന്ന് വെച്ചാൽ എന്തായാലും നമുക്ക് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. പക്ഷേ ഈ പുറത്ത് ഞാൻ കിളക്കുകയും കിണ്ടിയും തൂക്കുകയൊക്കെ ചെയ്യുമായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ നമുക്കൊന്നാതെ വയ്യാത്തതാണ്. അപ്പോൾ കൂടുതലായിട്ട് അങ്ങനെയൊക്കെ ഇങ്ങനെ ശരീരത്തിന് റെസ്റ്റ് കൊടുക്കാതെ ഇരുന്നപ്പം എല്ലാം കൂടെ ഇളകി. കാലൊട്ടും തറയിൽ ഊന്നി നടക്കാൻ വയ്യ, എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര വേദന. ഒന്തി അകത്തൊക്കെ നടക്കുന്നത്. ഞാനിപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് നടക്കാൻ വയ്യ. അപ്പോഴെങ്ങനെയാണ് എൻ്റെ അവസ്ഥ കേട്ടോ. അപ്പോൾ വീടൊക്കെ വെക്കുന്നവർ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഏരിയ ഒപ്പിക്കണം കേട്ടോ. നല്ല രസമാണ് കേട്ടോ, നല്ല രസമാണ്. വർക്ക് ഏരിയയുടെ പുറത്ത് ഇത് നമ്മൾ മുറ്റത്താണ് ചെയ്തേക്കുന്നത് ഇങ്ങനെയൊക്കെ കേട്ടോ. സൂപ്പറാണ്, ഈ സ്ഥലം സൂപ്പറാണ്, ഈ ഏരിയ കേട്ടോ, അടിപൊളിയാണ്. നിങ്ങൾ ഉണ്ടാക്കണം കേട്ടോ ഇങ്ങനൊരു സ്ഥലം. സൂപ്പറാണ്. വെളിയിൽ പാത്രങ്ങളൊക്കെ പറക്കി വയ്ക്കാൻ ആരും കാണത്തതുമില്ല അല്ലേ. നല്ല സേഫ്റ്റി ആയിട്ട് അവിടെ ഇരിക്കും. ആവശ്യമുള്ളപ്പം ചട്ടിയൊക്കെ എടുത്താൽ മതി. ചട്ടിയൊക്കെ വെറുതെ തല്ലി പൊട്ടിക്കാതെ, ചട്ടിക്കൊക്കെ എന്തോ വിലയാണ് അല്ലേ.